പുതിയ വർഷത്തിൽ പുതിയ ജീവിതം. നാം ഒക്കെയും ന്യൂ ഇയർ പ്രമാണിച്ച് പുതിയ തീരുമാനങ്ങളൊക്കെയും എടുക്കാറുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഒരു ജീവിതം വേണം എന്നുള്ള താല്പര്യത്തിന്റെയും ആഗ്രഹത്തിന്റെയും പുറത്താണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷെ പലപ്പോഴും ജനുവരിയുടെ തണുപ്പ് കഴിയുന്നതിന് മുൻപേ തന്നെ ഈ തീരുമാനങ്ങളുടെ ചൂട് നഷ്ടപ്പെടും. എന്തുകൊണ്ടാണ് നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാത്തത്? അല്ലെങ്കിൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ആന വായ് പൊളിക്കുന്നത് പോലെ. ആന വായ് പൊളിക്കുന്നത് പോലെ അണ്ണാൻ വായ് പൊളിച്ചാൽ വായ് കീറിപ്പോകും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. നാം എടുക്കുന്ന തീരുമാനം നമ്മളെ കൊണ്ട് സാധ്യമാകാൻ സാധ്യതയുള്ളതാണോ, നമ്മുടെ പരിധിയിൽ നിൽക്കുന്നതാണോ, നമുക്ക് അതിനുള്ള സ്രോതസ്സുണ്ടോ എന്ന് പലപ്പോഴും പരിശോധിക്കാറില്ല. വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പരിധിയിൽ നിൽക്കാത്തത് കൊണ്ട് അത് മുൻപോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉരുത്തിരിയുന്നു. നമ്മുടെ വലിയ തീരുമാനങ്ങളെ തട്ടുതട്ടായിട്ട് വിഭജിച്ച് ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് വേണം തുടങ്ങാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ പറ്റുകയുള്ളൂ. രണ്ടാമതായിട്ട്, ഉന്തി മരം കയറിയാൽ നെഞ്ചുരയും. പലപ്പോഴും നാം തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റുള്ളവരുടെ ബാഹ്യ സമ്മർദ്ദം മൂലമാണ്, പരപ്രേരണ മൂലമാണ്. ഇങ്ങനെ പരപ്രേരണ മൂലം എടുക്കുന്ന തീരുമാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് അത് എടുക്കണം എന്നുള്ള താല്പര്യമോ അത് ചെയ്യണമെന്നുള്ള ഒരു ഇഷ്ടമോ ഉണ്ടാകുകയില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ തീരുമാനത്തിന്റെ ചൂട് അവസാനിക്കുകയും നാം ആ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കുകയും ചെയ്യും. അരിമണി ഒന്നും കുറിക്കാനില്ല, തരിവളയിട്ട് കിളിക്കാൻ മോഹം എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ പല തീരുമാനങ്ങളും. നാം എടുക്കുന്ന പല തീരുമാനങ്ങളും നടപ്പിലാക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ സാഹചര്യം അനുകൂലമായിട്ട് ഒരു ഫാക്ടറായിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ വരും. ഒരൊറ്റ ദിവസം മാത്രം ഒരു കാര്യം ചെയ്യുന്നതിൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം തീരുമാനമെടുക്കാൻ. ഉദാഹരണത്തിന്, അർദ്ധരാത്രി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നയാളിന് വെളുപ്പാൻ കാലത്ത് നടക്കാൻ എക്സസൈസിന്റെ ഭാഗമായിട്ട് പോകണമെന്ന് തീരുമാനിച്ചാൽ അത് എത്രത്തോളം പ്രായോഗികമാകും? അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുക എന്നുള്ളത് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് അനിവാര്യമാണ്. കട്ടിൽ ചെറുതെങ്കിലും കാല് 4 വേണം. പലപ്പോഴും നാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും കൂടി എഫേർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അത് വെറും ജലരേഖയായി തന്നെ മാറും. അതുകൊണ്ട് ചെറുതോ വലുതോ ഏത് തീരുമാനവും ആകട്ടെ, അത് ചെയ്യാനുള്ള ഉൾപ്രേരണയും അത് ചെയ്യാനുള്ള ഒരു മനസ്സും അതിനു വേണ്ടിയിട്ട് ചുവടുവയ്പും നാം തന്നെ നടത്തേണ്ടതുമാണ്. ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടരുത്. പലപ്പോഴും നമുക്കൊക്കെയും പെട്ടെന്ന് റിസൾട്ട് വേണം. ഉദാഹരണത്തിന് എക്സസൈസ് തന്നെ എടുക്കാം. എക്സസൈസ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം തന്നെ വണ്ണം കുറഞ്ഞു കാണണം എന്നുള്ളൊരു ശാഠ്യം നമുക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു റിസൾട്ട് വന്നില്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള ആ ഒരു ത്വര നഷ്ടപ്പെടുന്നു. അങ്ങനെയല്ല, നമ്മുടെ റിസൾട്ട് ചിലപ്പോൾ വൈകിയേക്കാം, എന്നാലും ക്ഷമയോടെ ഇരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പോകും. പലർക്കും മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ അവർ മോട്ടിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പാതി വഴിയിൽ തീരുമാനം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഭാര്യ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിൽ ശാഠ്യം പിടിച്ചാൽ പലപ്പോഴും ഈ ആഗ്രഹം നടക്കണമെന്നുമില്ല, എക്സസൈസ് ചെയ്യാൻ സാധ്യമാകണമെന്നുമില്ല. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. നാം ഏത് തീരുമാനമെടുത്താലും അതിന്റെ ഒരു പുനഃപരിശോധന വളരെയധികം ആവശ്യമാണ്. കാരണം നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും തരത്തിൽ ഇംപ്രൂവ്മെന്റ് സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെയും നമുക്ക് ഒരു സ്വയം പരിശോധന നല്ലതാണ്, ഒരു ഫീഡ്ബാക്ക് നല്ലതാണ്. അത് നമുക്ക് സ്വയം നവീകരിക്കുന്നതിന് വളരെയധികം സഹായമാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്കൊരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മാനുഷികമാണ് എന്ന് മനസ്സിലാക്കി അതുമായി പൊരുത്തപ്പെടുകയാണ് കരുതേണ്ടത്. എന്ന് കരുതി പഴയ രീതിയിൽ പോവുകയല്ല വേണ്ടത്. വീണ്ടും ഒരു യൂടേൺ എടുത്ത് ആദ്യം മുതൽ നാം പരിശ്രമിക്കുകയാണ് വേണ്ടത്. ചെറിയ ചുവടുവെപ്പുകളുമായി നമുക്ക് മുന്നേറാം. അങ്ങനെയാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങളെ നേരിടാനായിട്ട് നമുക്ക് അത് സഹായകരമാണ്. ഏവർക്കും ഒരു പുതുവത്സരം ആശംസിച്ചുകൊള്ളുന്നു. സ്വഭാവ വ്യതിയാനത്തിനായി ഒരു തീരുമാനം എടുത്താൽ അത് നല്ലതാണ്. കാരണം അത് ബന്ധങ്ങളെ ഊഷ്മളമാക്കുകയും നമ്മുടെ തന്നെ സന്തോഷത്തിന് കാരണമാകുകയും ചെയ്യും. ഏതെങ്കിലും ഒരു കാരണവശാൽ സ്വഭാവ വ്യതിയാനത്തിന് തീരുമാനമെടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മനോരോഗ വിദഗ്ധന്റെ സേവനം തേടാവുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.